ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ കെ സൗമ്യ എന്നിവർ 12 മണിക്കൂറോളമാണ് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ ചെലവിട്ടത്. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ 3 പേരോടും പ്രത്യേകമാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. പക്ഷേ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിന്റെ തെളിവുകൾ ലഭിച്ചില്ല. ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തത വരാനാണ്. അല്ല, വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിലാണെന്നും അവിടെ നിന്നാണ് എത്തിയതെന്നും ഷൈൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ചോദ്യം ചെയ്യലിനിടയിൽ വിടുതലിന്റെ ലക്ഷണങ്ങൾ ഷൈൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങളോട് ആലോചിച്ച ശേഷം നടനെ തൊടുപുഴയിലെ വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റി. അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ആ ഡ്രഗ് അഡിക്റ്റിന് നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്, ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനെത്തിയപ്പോഴും തിരിച്ചിറങ്ങിയപ്പോഴും സൗമ്യ മാത്രമാണ് മാധ്യമങ്ങളോട് കാര്യമായി പ്രതികരിച്ചത്. റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനി വിളിപ്പിക്കുമ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി രാത്രിയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് 2 കോടിയിലധികം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. തസ്ലിമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ. 3 പേരും റിമാൻഡിലാണ്. ശ്രീനാഥ് ഭാസി ഉൾപ്പെടെയുള്ളവർ തസ്ലിമയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇത് നിരോധിത ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയാണോ എന്നറിയാനാണ് 3 പേരെയും വിളിച്ചു വരുത്തിയത്. സിനിമാ മേഖലയിലുള്ള മറ്റു 2 പേർക്ക് നാളെ ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.